അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅ്തു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വ ഇലൈഹി ഉനീബ്. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. ഇഖ്റ വറബ്ബുകൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. സദഖല്ലാഹുൽ അലിയ്യുൽ അദീം. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രപഞ്ചനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ അവൻ്റെ വാക്യങ്ങൾ ഏറ്റവും ശരിയായ വിധത്തിൽ മനസ്സിലാക്കുവാനും അവൻ്റെ നിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തഖ്വയോടുകൂടെ ജീവിക്കുവാനും നമ്മെ ഏവരെയും തുണക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ പഠനത്തിൻ്റെ ഇന്നത്തെ ക്ലാസ്സിൽ 96-ാം അധ്യായമായ സൂറ അൽ അലഖ് ആണ് പഠന വിധേയമാക്കുന്നത്. സൂറത്തുൽ അലഖിൻ്റെ ആദ്യത്തെ 5 സൂക്തങ്ങൾ, 5 ആയത്തുകൾ. ഈ ആയത്തുകളാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യമായിട്ട് വഹ്യ് ലഭിക്കുന്ന ആയത്തുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പ്രവാചകനെ യഥാവിധം പിന്തുടരുന്ന മുഅ്മിനുകളുടെ കൂട്ടത്തിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതിൻ്റെ പാരായണം നമുക്ക് ശ്രദ്ധിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. ഇഖ്റ വറബ്ബുകൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. സദഖല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണ്യവാനും കരുണാനിധിയുമായ അല്ലാഹുവിൻ്റെ നാമത്തിൽ. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. ഇഖ്റ, നീ വായിക്കുക. ബിസ്മി റബ്ബിക്, നിൻ്റെ നാഥൻ്റെ, നിൻ്റെ റബ്ബിൻ്റെ നാമത്തിൽ. അല്ലദീ ഖലഖ്, സൃഷ്ടിച്ചവനായ. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, സൃഷ്ടിച്ചവനായ നിൻ്റെ നാഥൻ്റെ നാമത്തിൽ നീ വായിക്കുക. ലോക ചരിത്രത്തെ മാറ്റിമറിച്ച, നമ്മുടെയൊക്കെ ജീവിതത്തിലെ വഴിത്തിരിവായി തീർന്ന, ഞാനും നിങ്ങളുമൊക്കെ ഉത്കൃഷ്ടമായ ഒരു സംസ്കാരത്തിൻ്റെ പിന്തുടർച്ച അവകാശപ്പെടുന്നവരായി മാറാൻ ഇടയാക്കിയ ആ സന്ദേശത്തിൻ്റെ, ദിവ്യ സന്ദേശത്തിൻ്റെ പ്രഥമ ആരംഭമാണ്, അതിൻ്റെ പ്രാഥമികമായ സൂക്തങ്ങളാണ് ഈ അധ്യായത്തിലെ ആദ്യത്തെ 5 സൂക്തങ്ങൾ. വിശ്വസനീയമായ നിരവധി റിപ്പോർട്ടുകളിലൂടെ സ്ഥിരപ്പെട്ട ഒരു കാര്യമാണ്, മുസ്ലിം സമുദായം ഒന്നടങ്കം അംഗീകരിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്, ഈ ആയത്തുകളാണ്, സൂറ അൽ അലഖിലെ ഈ ആദ്യത്തെ 5 ആയത്തുകളാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യമായിട്ട് ലഭിച്ച വഹ്യ് എന്നത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ വഹ്യിൻ്റെ ആരംഭം കുറിച്ചതിനെ സംബന്ധിച്ച്
ആയിഷ റളിയല്ലാഹു അൻഹ ഒരു റിപ്പോർട്ടിലൂടെ, ഒരു ഹദീസിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എനിക്ക് പ്രവാചകത്വം കിട്ടാൻ പോകുന്നു എന്ന് നേരത്തെ അറിവൊന്നുമില്ല. അദ്ദേഹം ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹം ആ സമൂഹത്തിൻ്റെ പോക്കിൽ വമ്പിച്ച ഉത്കണ്ഠയുള്ള, കടുത്ത ആശങ്ക വെച്ച് പുലർത്തിയ വ്യക്തിയാണ്. ദുരിതം പൂർണ്ണമായ, ധാർമ്മികമായി അധപ്പതിച്ച ഒരു നേരും നെറിയുമില്ലാത്തൊരു സമുദായമായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ജാഹിലി അറബികൾ. അവിടുത്തെ എല്ലാ അർത്ഥത്തിലും അധപ്പതിച്ച ഈ സമൂഹത്തെ ഏതെങ്കിലും അർത്ഥത്തിൽ രക്ഷപ്പെടുത്തണമല്ലോ എന്നുള്ള ദുഃഖകരമായ അല്ലെങ്കിൽ അങ്ങേയറ്റത്തെ വ്യസനം അദ്ദേഹത്തെ പിടികൂടിയിരുന്നു. അദ്ദേഹത്തിന് ദിവ്യബോധനത്തിൻ്റെ തുടക്കത്തെ സംബന്ധിച്ച് പറയുന്നത്, ആദ്യം അദ്ദേഹത്തിന് സ്വപ്നദർശനങ്ങളുണ്ടായിരുന്നു. അദ്ദേഹം കാണുന്ന, രാത്രിയിൽ കാണുന്ന സ്വപ്നങ്ങൾ അതേപോലെ അത് അങ്ങനെ തന്നെ സത്യമായിട്ട് പുലരുന്ന അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. പിന്നീട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സമൂഹത്തിൽ നിന്ന് അകന്നു മാറി ദിവസങ്ങളോളം ഹിറാ മലയിലെ ഗുഹയിൽ നിൽക്കാറുണ്ടായിരുന്നു. രാപ്പകലുകൾ അവിടെ കഴിച്ചുകൂട്ടി. അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ഭക്ഷ്യവസ്തുക്കൾ തീരുന്ന സന്ദർഭത്തിൽ അദ്ദേഹം വീണ്ടും തൻ്റെ പത്നി ഖദീജയുടെ അടുത്തേക്ക് മടങ്ങുന്നു. അവിടെ നിന്ന് വീണ്ടും ഭക്ഷ്യവസ്തുക്കൾ ശേഖരിച്ചുകൊണ്ട് ഹിറയിലേക്ക് പോകുന്നു. അങ്ങനെ അവിടെ കഴിച്ചുകൂട്ടുന്ന അവസരത്തിലാണ് ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ മുന്നിൽ മാലാഖ ജിബ്രീൽ, മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പ്രത്യക്ഷപ്പെടുന്നത്. മലക്ക് ജിബ്രീലിനെ അന്നേ വരെ അദ്ദേഹം കണ്ടിട്ടില്ല. അദ്ദേഹം ഈ ജിബ്രീൽ അദ്ദേഹത്തിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറയുകയാണ്, ഇഖ്റ, നീ വായിക്കുക എന്ന്. ഉടനെ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ വായിക്കാൻ പഠിച്ചവനല്ല, മാ അന ബിഖാരി. ഉടനെ തന്നെ ജിബ്രീൽ അദ്ദേഹത്തെ വളരെ ശക്തമായിട്ട് ആശ്ലേഷിക്കുകയാണ്. പ്രവാചകൻ പറയുന്നു, എൻ്റെ ശരീരം വല്ലാതെ ഞെരുങ്ങുമാർ, അതിശക്തമായി ഇടുക്കം അനുഭവപ്പെടുമാർ എന്നെ ഞെരിച്ചുകൊണ്ട് ജിബ്രീൽ പറയുകയാണ്. വീണ്ടും പറയുന്നു, ഇഖ്റ, നീ വായിക്കുക. പ്രവാചകൻ രണ്ടാമതും പറഞ്ഞു, മാ അന ബിഖാരി, ഞാൻ വായിക്കാൻ പഠിച്ചവനല്ല. ജിബ്രീൽ രണ്ടാമതും അദ്ദേഹത്തെ ആശ്ലേഷിക്കുകയാണ്. അതിശക്തമായിട്ട് ആശ്ലേഷിച്ചുകൊണ്ട് വീണ്ടും പറഞ്ഞു, ഇഖ്റ, വായിക്കുക. പ്രവാചകൻ വീണ്ടും ആവർത്തിച്ചു, ഞാൻ വായിക്കാൻ പഠിച്ചവനല്ല. അങ്ങനെ മൂന്നാമത്തെ തവണയും ജിബ്രീൽ അദ്ദേഹത്തെ അതിശക്തമായിട്ട് ആലിംഗനം ചെയ്തു. ആ ആലിംഗനത്തിൽ നിന്ന് അദ്ദേഹത്തെ മോചിപ്പിച്ചുകൊണ്ട് ജിബ്രീൽ ഓതിക്കൊടുത്തു, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. ആദ്യത്തെ 5 സൂക്തങ്ങൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പ്രവാചകനെ ഓതി കേൾപ്പിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ജിബ്രീൽ മാലാഖ പ്രവാചകനോട് വായിക്കുക എന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ലിഖിത രൂപത്തിൽ ഈ ആയത്തുകൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടാവാം. അതുകൊണ്ടായിരിക്കാം പ്രവാചകൻ പറഞ്ഞത്, മാ അന ബിഖാരി, ഞാൻ വായിക്കാൻ പഠിച്ചവനല്ല, എനിക്ക് വായിക്കാൻ അറിയില്ല എന്ന് പ്രവാചകൻ പറഞ്ഞത്. അല്ലാതെ ഓതി കേൾപ്പിക്കുമ്പോൾ അതേപോലെ പറയുക എന്നർത്ഥത്തിലല്ല എന്നാണ് സന്ദർഭത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വല്ലാതെ ഭയന്നുപോയിരുന്നു. ഭയന്ന് വിറയോടുകൂടി വിറക്കുന്ന ശരീരവുമായിട്ട് അദ്ദേഹം തൻ്റെ പത്നിയുടെ ഖദീജയുടെ അടുത്തേക്ക് വരികയാണ്. ഖദീജ അദ്ദേഹത്തിൻ്റെ പത്നി മാത്രമല്ല, അദ്ദേഹത്തിന് താങ്ങും തണലും നൽകുന്ന ഒരു മഹൽ വ്യക്തിത്വമാണ്. അദ്ദേഹത്തെക്കാൾ 15 വയസ്സ് കൂടുതലാണ് ഖദീജയുടെ പ്രായം. ഖദീജക്ക് അന്ന് 55 വയസ്സുണ്ട്. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 40 വയസ്സും. ഖദീജയോട് പറഞ്ഞു, എന്നെ പുതപ്പിക്ക്, എനിക്കെന്തോ സംഭവിച്ചിട്ടുണ്ട്, എനിക്ക് പേടിയാവുന്നുണ്ട്, വിറക്കുന്നുണ്ട്, ഞാൻ മരിക്കാൻ പോവുകയാണെന്നാണ് തോന്നുന്നത്, എന്നെ പുതപ്പിക്ക്. ഖദീജ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഇല്ല, ഒരിക്കലുമില്ല, താങ്കളെ അള്ളാഹു കൈവിടുകയില്ല. താങ്കൾ വളരെ നല്ല പ്രവർത്തനങ്ങൾ, സൽപ്രവർത്തനങ്ങൾ ചെയ്യുന്നവനാണ്, കുടുംബബന്ധം നിലനിർത്തുന്നവനാണ്, സത്യമേ താങ്കൾ പറയാറുള്ളൂ, അശരണർക്ക് അവരുടെ ഭാരം താങ്കൾ ചുമന്നു നൽകാറുണ്ട്, അതിഥിയെ താങ്കൾ സൽക്കരിക്കുന്നു, അർഹിക്കുന്ന ആളുകളെയൊക്കെ താങ്കൾ സഹായിക്കാറുണ്ട്, അതുകൊണ്ട് താങ്കളെ അള്ളാഹു കൈവിടുകയില്ല. ആശ്വാസത്തിൻ്റെ പ്രവാചകനെ തൻ്റെ ഭർത്താവാണ്,
മുഹമ്മദിനെ ആശ്വസിപ്പിക്കുന്ന ഏറ്റവും ഉദാത്തമായ പദങ്ങളാണ്. കാരണം മുഹമ്മദിൻ്റെ ജീവിതം, ഇന്ന് വരെയുള്ള ജീവിതം വളരെ കൃത്യമായിട്ട് അറിയാം ഖദീജക്ക്. തൻ്റെ ഈ കാലത്തെ ചരിത്രത്തിനിടയിൽ ഒരിക്കൽ പോലും സത്യത്തിന് വിരുദ്ധമായതൊന്നും മുഹമ്മദിൽ നിന്ന് അനുഭവപ്പെട്ടിട്ടില്ലെന്നിരിക്കെ അവരെ ആശ്വസിപ്പിക്കുന്നു. അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചുകൊണ്ട് അവർ പറഞ്ഞു, താങ്കളെ അള്ളാഹു കൈവിടുകയില്ല. മുഹമ്മദിനെയും കൂട്ടി ഖദീജ റളിയല്ലാഹു അൻഹ പുറപ്പെടുകയാണ് തൻ്റെ പിതൃവ്യ പുത്രനായ വറഖത്ത് ബിനു നൗഫലിൻ്റെ അടുത്തേക്ക്. വറഖത്ത് ബിനു നൗഫൽ വൃദ്ധനാണ്, അദ്ദേഹത്തിൻ്റെ കാഴ്ചയൊക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അദ്ദേഹം പണ്ഡിതനാണ്, ക്രൈസ്തവ പണ്ഡിതനാണ്. അറബി ഭാഷയിലും ഹീബ്രു ഭാഷയിലും പ്രാവീണ്യം നേടിയ ഒരു പണ്ഡിതനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, സംഭവിച്ചതൊക്കെ പറഞ്ഞു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. വറഖത്ത് പറഞ്ഞു, എങ്കിൽ താങ്കൾ പറഞ്ഞത് സത്യമാണെങ്കിൽ താങ്കളുടെ അടുത്ത് വന്നിരിക്കുന്നത് മൂസായുടെ അടുത്തേക്ക് ദൈവം പറഞ്ഞയച്ച നാമൂസ്, ആ മഹാദൂതൻ തന്നെയാണ് താങ്കളുടെ അടുത്തേക്കും വന്നിരിക്കുന്നത്. എന്നിട്ട് വറഖത്ത് ബിനു നൗഫൽ പറഞ്ഞു, എനിക്കെൻ്റെ യൗവനം തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ, എൻ്റെ യുവത്വം എനിക്ക് തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ അങ്ങയുടെ നാട്ടുകാർ, താങ്കളുടെ നാട്ടുകാർ, താങ്കളുടെ ജനങ്ങൾ, താങ്കളുടെ സമൂഹം താങ്കളെ നാട്ടിൽ നിന്നും പുറത്താക്കുന്ന സന്ദർഭത്തിൽ ഞാൻ ജീവിച്ചിരുന്നെങ്കിൽ എന്ന് വറഖത്ത് ബിൻ നൗഫൽ കൊതികൊള്ളുകയാണ്. ആ സന്ദർഭത്തിൽ പ്രവാചകൻ ഉടനെ ചോദിക്കുന്നു, അല്ല എന്ത്, എൻ്റെ നാട്ടുകാർ എന്നെ പുറത്താക്കുമെന്നോ? പ്രവാചകന് സങ്കല്പിക്കാൻ കഴിയാത്തൊരു സംഗതിയാണത്. ആളുകളൊക്കെ അൽ അമീൻ എന്ന് പേരിട്ട് വിളിച്ച ആ സമൂഹത്തിലെ ഏറ്റവും വേണ്ടപ്പെട്ടവനായിട്ട് ആളുകളൊക്കെ അംഗീകരിക്കപ്പെട്ട വ്യക്തിത്വമായിട്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, എന്നെ ഈ നാട്ടുകാർ പുറത്താക്കുമെന്നോ? അദ്ദേഹം പറഞ്ഞു, അതെ, താങ്കളെപ്പോലെ ഈ മഹാദൗത്യവുമായിട്ട് ലോകത്ത് ആഗതരായ മുഴുവൻ ആളുകളെയും അതത് ജനതകൾ ബഹിഷ്കരിച്ചിട്ടുണ്ട് എന്ന് പറയുകയുണ്ടായി. ഇതാണ് വഹയുമായി ബന്ധപ്പെട്ട് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ഹദീസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യമായി നൽകപ്പെട്ട ഈ വഹയിൻ്റെ ആശയങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, വളരെ മഹത്തരമായൊരു പദമാണിത്. ഇഖ്റ, നീ വായിക്കുക എന്നാണ്. വായിക്കാൻ അറിയാത്ത പ്രവാചകനോടാണ് വായിക്കുക എന്ന് പറയുന്നത്, നേർക്ക് നേരെ. പക്ഷേ അതിതാ പ്രതിധ്വനിച്ചു കൊണ്ടിരിക്കുന്നു. കാലങ്ങൾക്ക്, നൂറ്റാണ്ടുകൾക്ക് ശേഷം വീണ്ടും എന്നോടാണ്, നിങ്ങളോടാണ് ഖുർആൻ പറയുന്നത്, ഇഖ്റ, വായിക്കുക. അത് പാരായണം ചെയ്യുന്ന, അത് അഭിസംബോധന ചെയ്യുന്ന ലോകത്തിൻ്റെ നാം കണ്ടിട്ടില്ലാത്ത, നാം കാണാനിരിക്കുന്ന, കാണാൻ കഴിയാത്ത എല്ലാ വിഭാഗം ആളുകളോടും പറയുന്നു, ഇഖ്റ, വായിക്കൂ. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നിന്റെ നാഥൻ്റെ നാമത്തിൽ. അല്ലദീ ഖലഖ്, സൃഷ്ടിച്ചവനായ, നിന്നെ സൃഷ്ടിച്ച എന്ന് പറയുന്നില്ല, എന്തിനെ സൃഷ്ടിച്ചു എന്ന് പറയുന്നില്ല. അല്ലദീ ഖലഖ്, സൃഷ്ടിച്ചവനായ നാഥൻ്റെ നാമം. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവനായ നാഥൻ, ജീവജാലങ്ങളെ സൃഷ്ടിച്ചവനായ നാഥൻ, എല്ലാത്തിനെയും ചെറിയ നിസ്സാരമായ അണുമുതൽ വളരെ ഭീമാകാരമായ ഗോളങ്ങളും നക്ഷത്രങ്ങളും വരെ സൃഷ്ടിച്ചവനായ നാഥൻ്റെ നാമത്തിൽ വായിക്കൂ എന്നാണ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. വല്ലാത്തൊരു ആഹ്വാനമാണത്. വിജ്ഞാനത്തിന്, അറിവിന് നൽകുന്ന അപാരമായ, ഒരിക്കലും തുല്യതയില്ലാത്ത അതുല്യമായ ഒരു ആഹ്വാനമാണ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. ഒരു വേദഗ്രന്ഥത്തിൽ ആദ്യമായിട്ട് വേദവാക്യം, ആദ്യമായിട്ട് ലഭിക്കുന്ന വേദവാക്യം ഒരു മനുഷ്യനോട്, പ്രപഞ്ചത്തിൻ്റെ നാഥൻ ഈ ഭൂമിയിലെ മനുഷ്യരോട് ഒന്നാമത് പറയുന്നു, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, സൃഷ്ടിച്ചവനായ നാഥൻ്റെ നാമത്തിൽ നിങ്ങൾ വായിക്കൂ എന്ന് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. വായിച്ചു പഠിക്കുവാൻ. എന്ത്, ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് നമ്മൾ ധാരാളം ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ടാവാം, പഠന പ്രവർത്തനങ്ങളുടെ പ്രാധാന്യത്തെ സംബന്ധിച്ച്, ഭൗതികമായ അറിവ് നേടുന്നതിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച്. പക്ഷേ ഇസ്ലാം അറിവിനെ ഭൗതികമെന്നും മതപരമെന്നും വേർതിരിക്കുന്നില്ല. അറിവുകളൊക്കെ തൻ്റെ സൃഷ്ടാവിനെ കണ്ടെത്താൻ കഴിയുന്ന വിധത്തിലുള്ള അറിവായിരിക്കണമെന്നാണ് പറയുന്നത്. ആ അറിവുകൾ തീർത്തും ഭൗതികാടിസ്ഥാനത്തിലുള്ള അറിവാവാം. പക്ഷേ ആ അറിവ് പഠിക്കുന്നതിലൂടെ പ്രപഞ്ചത്തിൻ്റെ ഘടനയെ സംബന്ധിച്ചും മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ചും ഒരു മനുഷ്യൻ പഠിക്കുവാൻ സന്നദ്ധനാവുന്നതിലൂടെ തീർത്തും ഭൗതികമെന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ആ വിജ്ഞാനശാഖയിലൂടെ അയാൾ എത്തിച്ചേരുന്നത് റബ്ബിലായിരിക്കും. ഇഖ്റ
ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, സൃഷ്ടിച്ചവനായ നാഥൻ്റെ നാമത്തിൽ നീ വായിക്കുക. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. ഖലഖൽ ഇൻസാൻ വീണ്ടും പ്രത്യേകമായി എടുത്തു പറയുകയാണ്. എന്തിനെ സൃഷ്ടിച്ചു എന്ന് ആദ്യത്തേതിൽ പറഞ്ഞില്ല. ഖലഖൽ ഇൻസാൻ, മനുഷ്യനെ അവൻ സൃഷ്ടിച്ചു. പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിട്ടുണ്ട്, എല്ലാം സൃഷ്ടിച്ചത് അവനാണ്. പക്ഷേ മനുഷ്യനെ എടുത്തു പറഞ്ഞു. ഖലഖൽ ഇൻസാൻ, മനുഷ്യനെ അവൻ സൃഷ്ടിച്ചിരിക്കുന്നു. മിൻ അലഖ്, അലഖിൽ നിന്ന്. അലഖത്ത് എന്നുള്ള പദത്തിൻ്റെ ബഹുവചനമാണ് അലഖ് എന്ന് പറയുന്നത്. അലഖത്ത് എന്ന് പറഞ്ഞാൽ രക്തക്കട്ട, ചോരക്കട്ട എന്നാണ്. രക്തപിണ്ഡം എന്ന് പറയാം. ഖലഖൽ ഇൻസാന മിൻ അലഖ്, മനുഷ്യനെ അവൻ ചോരക്കട്ടയിൽ നിന്ന് സൃഷ്ടിച്ചു എന്നാണ്. അതേ പദമാണ് അലഖ് എന്ന പദം തന്നെയാണ് അറബി ഭാഷയിൽ ലീച്ച് എന്ന ഇംഗ്ലീഷ് പദത്തിന് ഉപയോഗിക്കുന്നത്. നാം മലയാളത്തിൽ അട്ട എന്ന് പറയുന്ന വസ്തു ഉണ്ടല്ലോ, അട്ടക്കൊരു പ്രത്യേകതയുണ്ട്. അത് മനുഷ്യൻ്റെ ശരീരത്തിൽ അങ്ങനെ പറ്റിപ്പിടിച്ചാൽ അതിനെ വേർപ്പെടുത്താൻ പാടാം. എന്ന് മാത്രമല്ല, നമ്മുടെ രക്തം, നമ്മുടെ ചോര, നാം ആഹാരം കഴിച്ച് അങ്ങനെ നമ്മുടെ ശരീരത്തിൽ വ്യത്യസ്ത പ്രക്രിയകളിലൂടെ ഉണ്ടായിത്തീരുന്ന നമ്മുടെ രക്തം, ആ രക്തമാണ് അട്ട ആഹരിക്കുന്നത്. അട്ട അത് വലിച്ച് കുടിക്കുകയാണ്, വേർപ്പെടുത്താൻ പറ്റാത്ത വിധം ഒട്ടിപ്പിടിക്കുകയാണ്. ആധുനിക ശാസ്ത്രജ്ഞന്മാർ, എംബ്രിയോളജിസ്റ്റ്, ഭ്രൂണശാസ്ത്രജ്ഞന്മാർ അതിനെ സംബന്ധിച്ച് പഠിക്കുകയുണ്ടായി. മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ, മനുഷ്യ ഭ്രൂണത്തിൻ്റെ വ്യത്യസ്ത വളർച്ചാ ഘട്ടങ്ങളെ സംബന്ധിച്ച് ശ്രദ്ധേയമായൊരു ഘട്ടമായിട്ട് അവർ വിലയിരുത്തുന്നതിൻ്റെ ആദ്യ ഘട്ടമാണ് അലഖ്. അണ്ടങ്ങൾ സംയോജിച്ചിട്ട് മാതാവിൻ്റെ ഗർഭാശയത്തിൽ അങ്ങനെ പറ്റിപ്പിടിച്ച് കിടക്കുന്ന ഒരു ചോരക്കഷ്ണം, ചോരക്കട്ട. അതിൻ്റെ അപ്പോഴത്തെ അന്നം എന്ന് പറയുന്നത് മാതാവ് കഴിക്കുന്ന അന്നത്തിൻ്റെ ബാക്കിയാണ്. അതിലൂടെ ലഭിക്കുന്ന പോഷകങ്ങളാണ് അതിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ട്. അതവിടെ തൂങ്ങിപ്പിടിച്ച് കിടക്കുകയാണ് അട്ടയെപ്പോലെ. എംബ്രിയോളജിസ്റ്റ്, ആധുനിക ഭ്രൂണശാസ്ത്രജ്ഞന്മാർ വളരെ ഫിറ്റായിട്ടുള്ള ആ അവസ്ഥയിൽ ആ ഭ്രൂണത്തെ വിശേഷിപ്പിക്കാൻ പറ്റിയ ഏറ്റവും യോജിച്ച പദമായിട്ട് അലഖ് ആണ് എന്ന് കണ്ടെത്തുന്നു. ഒരുപക്ഷെ വിശുദ്ധ ഖുർആനിലെ ഈ ആയത്തുകൾ അവതരിക്കുന്ന സന്ദർഭത്തിൽ ആധുനിക ഭ്രൂണശാസ്ത്രം അല്ലെങ്കിൽ ഭ്രൂണശാസ്ത്രം അത്രമാത്രം പുരോഗമിച്ചിട്ടില്ല എന്ന് നമുക്കറിയാം. പക്ഷേ അലഖ് എന്ന് ഇന്നത്തെ ഈ പദത്തെ സംബന്ധിച്ച് നിർവചിച്ച് എന്താണെന്ന് മനസ്സിലാക്കിയ ആളുകൾ വളരെ കൃത്യമാണ്. ഇത് അങ്ങനെ പറയുവാൻ ആ കാലഘട്ടത്തിൽ 6-ാം നൂറ്റാണ്ടിൽ ഇത് പറയുവാൻ, 7-ാം നൂറ്റാണ്ടിൽ ഇങ്ങനെയൊരു വാക്കുപയോഗിക്കുവാൻ മനുഷ്യർക്ക് സാധ്യമല്ല എന്ന് അവർ അംഗീകരിക്കുന്നു. അള്ളാഹു പറയുന്നു, ഖലഖൽ ഇൻസാന മിൻ അലഖ്, മനുഷ്യനെ ചോരക്കട്ടയിൽ നിന്ന് സൃഷ്ടിച്ചവനാണ് അവൻ. ഖലഖൽ ഇൻസാന മിൻ അലഖ്. ഇഖ്റ വറബ്ബുക്കൽ അക്രം. വീണ്ടും പറയുന്നു, ഇഖ്റ, നീ വായിക്കുക. വറബ്ബുക്കൽ അക്രം, നിന്റെ നാഥൻ അത്യുദാരനാണ്, അങ്ങേയറ്റം അനുഗ്രഹം ഉള്ളവനാണ്, അനുഗ്രഹം ചൊരിയുന്നവനാണ്. ഓർത്തു നോക്കൂ, ഞാനും നിങ്ങളുമൊക്കെ എത്രമാത്രം അനുഗ്രഹമാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ വേദഗ്രന്ഥം നൽകിയിട്ടില്ലായിരുന്നെങ്കിൽ, അവൻ്റെ വചനങ്ങൾ പ്രവാചകനിലൂടെ നമുക്ക് എത്തിച്ചു തന്നിട്ടില്ലായിരുന്നെങ്കിൽ എത്രമാത്രം അധപ്പതിച്ചവരായിരിക്കും നമ്മളെന്ന് ഓർത്തു നോക്കുക. മനുഷ്യനെ സംബന്ധിച്ച് അള്ളാഹു ചെയ്തു കൊടുത്ത അപാരമായ എണ്ണിക്കണക്കാക്കാൻ കഴിയാത്ത അനുഗ്രഹങ്ങളിലേക്ക് സൂചന നൽകുകയാണ്. വറബ്ബുക്കൽ അക്രം, നിന്റെ നാഥൻ അത്യുദാരനാണ്, ധാരാളമായിട്ട് ഔദാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നവനാണ്. കരീം, അക്രം, അത്യുദാരനാണ്, ഏറ്റവും വലിയ ഉദാരമതിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം. വീണ്ടും പറയുന്നു, പഠനത്തിൻ്റെ, വായനയുടെ മറ്റൊരു അർത്ഥതലം. വ അല്ലമ ബിൽ ഖലം, പേന കൊണ്ട് അവൻ പഠിപ്പിച്ചു, പേന കൊണ്ട് അവൻ പഠിപ്പിച്ചു. കലം, പേന എന്ന് പറയുന്നത് വളരെ അപൂർവമായി മാത്രം ഉപയോഗിക്കപ്പെട്ടിരുന്ന ജാഹിലിയ അറബികളോടാണ് ഈ പറയുന്നത്. അന്ന് അറേബ്യയിൽ എഴുത്തും വായനയും അറിയുന്ന ആളുകൾ വളരെ അപൂർവമാണ്, വിരലിലെണ്ണാവുന്ന അത്ര അപൂർവം. ഇന്ന് പേന നമുക്കറിയാം വ്യാപകമാണ്. അന്ന് പറയുന്നു 6-ാം നൂറ്റാണ്ടിൽ ഒരുപക്ഷെ ആളുകൾ പറയാറുണ്ടല്ലോ, മതം എന്ന് പറയുന്നത് അന്ധതയാണ്, മതം എപ്പോഴും പിന്തിരിപ്പനാണ്.
അന്ധവിശ്വാസമാണെന്നൊക്കെ ചില ആളുകൾ വെച്ച് വിളമ്പാറുണ്ട്. അവർ ശരിക്ക് കണ്ണു തുറന്ന് നോക്കണം. വിശുദ്ധ ഖുർആൻ്റെ ആദ്യത്തെ ഈ പദങ്ങൾ, പേന കൊണ്ട് മനുഷ്യനെ പഠിപ്പിച്ചവൻ, അല്ലദീ അല്ലമ ബിൽ ഖലം, പേന ഇല്ലായിരുന്നുവെങ്കിൽ, എഴുത്ത് വിദ്യ ഇല്ലായിരുന്നുവെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ലിപി ഇല്ലായിരുന്നുവെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ആരാണ് ലിപി പഠിപ്പിച്ചത്? ആരാണ് എഴുത്തുവിദ്യ പഠിപ്പിച്ചത്? അല്ലദീ അല്ലമ ബിൽ ഖലം, പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ചവൻ. എനിക്ക് നിങ്ങളെ മുമ്പാകെ നിൽക്കാൻ കഴിയുമായിരുന്നില്ല പേന ഇല്ലായിരുന്നുവെങ്കിൽ. ഞാൻ നിങ്ങളോട് പറയുന്ന വർത്തമാനങ്ങൾ ഒന്നും എനിക്ക് പറയുവാൻ സാധിക്കുമായിരുന്നില്ല. ഏതോ ആളുകൾ, എനിക്ക് മുമ്പേ ആളുകൾ, പണ്ഡിതന്മാർ എഴുതി വെക്കപ്പെട്ട, അവർ എഴുതി വച്ചിരിക്കുന്ന പുസ്തകങ്ങളും ലിഖിതങ്ങളും ഇല്ലായിരുന്നുവെങ്കിൽ. വിശുദ്ധ ഖുർആൻ്റെ കോപ്പി നമുക്ക് ലഭ്യമാവുന്നത് എഴുത്തുവിദ്യ നിലനിൽക്കുന്നത് കൊണ്ടാണ്. എഴുത്തുവിദ്യ ഇല്ലായിരുന്നുവെങ്കിൽ ലോകം ഇന്ന് നേടിയ പുരോഗതിയെ സംബന്ധിച്ച് സങ്കല്പിക്കുവാൻ സാധിക്കുമായിരുന്നില്ല. പേന എന്ന് പറയുമ്പോൾ അതിൻ്റെ ആധുനികമായ ഉപകരണങ്ങളും അതിൽപ്പെടും. എഴുത്തുവിദ്യക്ക് വേണ്ടി ഉപയോഗിക്കുന്ന, മനുഷ്യൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഏത് ഉപകരണം, സോഫ്റ്റായിട്ടുള്ള, സ്മാർട്ടായിട്ടുള്ള ഏത് സാധനങ്ങളും അതിൽപ്പെടും. അല്ലദീ അല്ലമ ബിൽ ഖലം, പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ചവൻ, എഴുത്ത് അല്ലെങ്കിൽ പേന കൊണ്ട് അറിവ് പകർന്നവൻ. അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാലം യഅലം, മനുഷ്യനെ അവൻ പഠിപ്പിച്ചു. വീണ്ടും പഠനത്തിലേക്കാ. മാലം യഅലം, അവന് അറിയാത്തത്, മനുഷ്യൻ അറിയാത്തത് അവനെ പഠിപ്പിച്ചു, അഭ്യസിപ്പിച്ചു. ഒക്കെ അവനാണ്. ആരാ പഠിപ്പിച്ചത്? ലോകത്തെ ഏതോ മൂലയിൽ കിടക്കുന്ന വലിയ ബുദ്ധിജീവി എന്നറിയപ്പെടുന്ന ഒരു മനുഷ്യനൊന്നുമല്ല. ആ ബുദ്ധിജീവിക്ക് എങ്ങനെയാണ് കിട്ടിയത്? പഠിപ്പിച്ചത് അല്ലാഹുവാണ്. അതാണ് തുടക്കുന്നത്, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. മനുഷ്യൻ അറിയാത്തത് അവൻ പഠിപ്പിച്ചു. ആദ്യത്തെ മനുഷ്യനെ ഓർക്കൂ നിങ്ങൾ. വേണ്ട, കുറേ കാലങ്ങൾക്ക് മുമ്പുള്ള ചില മനുഷ്യരുടെ അവരുടെ ജീവിത രീതികളെ സംബന്ധിച്ച് നമ്മൾ ചരിത്രത്തിൽ പഠിക്കുന്നുണ്ടല്ലോ. ചരിത്രാതീത കാലത്തെ മനുഷ്യർ, അവരുടെ വസ്ത്രധാരണം, അവരുടെ ഭക്ഷ്യശേഖരണം, അവരുടെ പരസ്പരമുള്ള കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം ഒക്കെ വെറുതെ എടുത്തു നോക്കൂ നിങ്ങൾ. എത്രമാത്രം പുരോഗതിയാണ് നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ ജനിച്ചതിന് ശേഷം, ഞാൻ ജീവിച്ചിരിക്കുന്ന എൻ്റെ ചെറുപ്പകാലത്ത്, ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉപയോഗിക്കാത്ത എന്തൊക്കെ ഉപകരണങ്ങളാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. എനിക്ക് നേർക്കുനേരെ കാണാതെ ഈ ലോകത്തിൻ്റെ ഏത് മുക്കിലും മൂലയിലുമുള്ള ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ, ആശയവിനിമയം നടത്തുവാൻ പറ്റിയ ഉപകരണങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. എങ്ങനെ? അല്ലമൽ ഇൻസാന മാലം യഅലം, എൻ്റെ നാഥൻ നൽകുകയാണ്, തുറന്നു തരികയാണ് വിജ്ഞാനത്തിൻ്റെ കവാടങ്ങളെ. ആരും വിചാരിച്ചു പോവരുതേ എല്ലാ കവാടങ്ങളും തുറക്കപ്പെട്ടു എന്ന്. ഇല്ല. വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാ. ആയത്തുൽ കുർസിയിൽ ഇങ്ങനെ കാണാം, വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി, അവൻ്റെ വിജ്ഞാനത്തിൽ നിന്ന് ഒന്നും തന്നെ അവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഇല്ലാ ബിമാ ശാ, അവൻ ഉദ്ദേശിച്ചത്. വിജ്ഞാനത്തിൻ്റെ ഏത് ശാഖയാണ് ആളുകൾക്ക് മുമ്പാകെ തുറന്നു കൊടുക്കേണ്ടത് എന്ന് അള്ളാഹു തീരുമാനിക്കും. ആ തീരുമാനിക്കപ്പെട്ടത് മാത്രമേ തുറന്നു കൊടുക്കൂ. ആധുനിക ലോകത്തിൻ്റെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ, ഓരോ ദിവസവും ഓരോ മണിക്കൂറിലും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ, സോഫിസ്റ്റിക്കേഷൻ, അതിൻ്റെ ആധുനികമായ അല്ലെങ്കിൽ പുതിയ നൂതനമായ തരത്തിൽപ്പെട്ട നൂതനവൽക്കരണം നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ രംഗത്തും. ആ നൂതനവൽക്കരണത്തിലൂടെ നമ്മൾ പഴയത് മറക്കുകയാണ്. നമ്മൾ നേരത്തെ ഉപയോഗിച്ചിരുന്ന പല ഉപകരണങ്ങളും കൗതുക വസ്തുക്കളായി മാറിയില്ലേ? കൗതുക വസ്തുക്കളായി മാറി. നേരത്തെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പാട്ട് കേൾക്കുവാൻ, നമ്മൾക്ക് പ്രസംഗം കേൾക്കുവാൻ, അത് റെക്കോർഡ് ചെയ്യുവാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ കാസറ്റ് എവിടെ? ഓർമ്മയായി മാറി. കാസറ്റില്ലാതെ, ഓലയില്ലാതെ, അല്ലാതെയും റെക്കോർഡ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അത് പ്രവർത്തിപ്പിച്ചിരുന്ന ഉപകരണങ്ങൾ ഓർമ്മയായി മാറി. പുതിയ കാലഘട്ടത്തിൽ അതില്ലാതെ പുതിയ രൂപത്തിൽ നമുക്ക് പ്രവർത്തിപ്പിക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കി. ഇത് വികസിച്ചു കൊണ്ടിരിക്കുകയാണ്. പുതിയ വല്ലാതെ നമ്മൾ സങ്കല്പിക്കുന്ന അപ്പുറത്തേക്കുള്ള വികസനം. എന്നിട്ട് പറയുകയാണ് അള്ളാഹു,
അവർക്ക് ആകെ നൽകപ്പെട്ട വിവരമെന്ന് പറയുന്നത് വളരെ തുച്ഛമാണ്. ഇപ്പോഴും അറിയില്ലല്ലോ മനുഷ്യൻ എന്തൊക്കെയാണ് അറിയാത്തത്. അറിയുന്ന കാര്യങ്ങളല്ല കൂടുതൽ, അറിയാത്തതാണ് കൂടുതൽ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല. വളരെ കുറച്ച് മാത്രമേ അറിവ് നൽകപ്പെട്ടിട്ടുള്ളൂ. എന്തൊക്കെ അറിഞ്ഞെന്ന് പറഞ്ഞാലും അറിയാത്തതാണ് കൂടുതൽ. മനുഷ്യ ശരീരത്തെ ഉണ്ടല്ലോ, ഞാൻ ഈ സംസാരിക്കുന്ന എന്നെ സംബന്ധിച്ച് അല്ലെങ്കിൽ വളരെ അധികം ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന മനുഷ്യ ശരീരത്തിൻ്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് ഗവേഷണം നടത്തിക്കൊണ്ട് നിരവധി ഭിഷഗ്വരന്മാർ, വൈദ്യശാസ്ത്രജ്ഞന്മാർ, അവർക്കാർക്കും പഠിച്ച് പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല മനുഷ്യ ശരീരത്തിലെ തലച്ചോറുണ്ടല്ലോ, അതിൻ്റെ സമ്പൂർണ്ണമായ വിവരങ്ങൾ ഇന്നതാണ് എന്ന് പറയുവാൻ കഴിഞ്ഞിട്ടേയില്ല. മനുഷ്യ ശരീരത്തിലെ ഒരു അവയവത്തെ, ഏതെങ്കിലും ഒരു അവയവത്തെ പൂർണ്ണമായി പഠിച്ച് ഇതാണ് അത് എന്ന് പറയുവാൻ പറ്റാത്തതാണ്. ഇത്ര കാലമായി പഠിക്കാൻ തുടങ്ങിയിട്ട്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു വസ്തുവല്ലേ. 6 അടി ഉയരമുള്ള ഒരു മനുഷ്യൻ്റെ, ഒരു 10-60-70 കിലോ ഒക്കെ തൂക്കം വരുന്ന ഒരു മനുഷ്യൻ്റെ ശരീരഘടന എത്ര കാലമായി പഠിക്കാൻ തുടങ്ങിയിട്ട് അത് മാറ്റൊന്നുമില്ലല്ലോ. പക്ഷെ അത് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല എന്നതിൻ്റെ അർത്ഥം അറിവ് എന്ന് പറയുന്നത് അള്ളാഹു ഉദ്ദേശിച്ച സമയത്തെ കൊടുക്കൂ. വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാ. അത് കിട്ടിക്കൊണ്ടിരിക്കും, അറിവ് തടയുകയില്ല. അള്ളാഹുവാണ് അത് പഠിപ്പിക്കുക, അത് അംഗീകരിക്കണം. അള്ളാഹുവാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. റബ്ബി സിദ്നി ഇൽമാ. പ്രാർത്ഥന പറയാ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഓരോ ദിവസവും, അദ്ദേഹത്തിൻ്റെ ഓരോ നിമിഷവും, ഓരോ പ്രവർത്തനത്തിൻ്റെ ആരംഭത്തിലും പ്രാർത്ഥനയാണ്. അദ്ദേഹം നിരവധി ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. രാത്രി ഉറങ്ങാൻ സമയത്ത്, ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒക്കെയും പ്രാർത്ഥനാ നിർഭരമാണ്. അത് അള്ളാഹുവിനെ ഓർക്കുകയാണ്. ഈ പറഞ്ഞ 5 ആയത്തുകളിലും മനുഷ്യരുടെ ശ്രദ്ധ സൃഷ്ടാവിലേക്ക് ക്ഷണിക്കുന്നു. നിനക്ക് വലിയ ഉപകാരം, ഏറ്റവും വലിയ അനുഗ്രഹം ഇതാ, വിജ്ഞാനം എന്ന് പറയുന്ന അപാരമായ അനുഗ്രഹം നൽകിയ റബ്ബിനെ നീ സ്മരിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആയത്തുകൾ തുടങ്ങിയത്. ഈ ആയത്തിൻ്റെ പൊതുവിലുള്ള സന്ദേശം എന്ന് പറയുന്നത്, ആയത്തുകൾ അടങ്ങുന്ന സന്ദേശം അതുതന്നെയാണ്. ദൈവസ്മരണ ഉണ്ടാവണം. അള്ളാഹുവാണ് നിനക്ക് എല്ലാം നൽകിയത്. സൃഷ്ടിപ്പ്, വിജ്ഞാനം ഒക്കെ തന്നെ. വിജ്ഞാനം കുറച്ച് നേടുമ്പോഴേക്ക് ഇനി ദൈവമൊന്നും വേണ്ട, ശാസ്ത്രവും സാഹിത്യമൊക്കെ ഇനി എൻ്റെ കയ്യിലാണ്, അതുകൊണ്ട് ദൈവമൊന്നും ഇല്ല എന്ന് പറയുന്നതിന് ഏറ്റവും വലിയ വിഡ്ഢിയായി തീരും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ സൃഷ്ടാവിനെ അംഗീകരിച്ചുകൊണ്ട് വിജ്ഞാനം എനിക്ക് ഇനിയും പകരണം, ഇനിയും എനിക്ക് വിജ്ഞാനം വർദ്ധിപ്പിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവേണ്ടത് എന്ന് കൂടിയാണ് ഈ ആയത്തുകൾ നമ്മോട് സൂചിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായിട്ട് ഈ ലോകത്തേക്ക് വഹി നൽകുന്ന ആയത്തുകളാണിത്. ഓർത്തു നോക്കൂ. ഈ ലോകത്തിൻ്റെ നാഥൻ, പ്രപഞ്ചനാഥൻ, ആകാശ ലോകത്ത് നിന്ന് ഭൂമിയിലുള്ള മനുഷ്യർക്ക് ഈ വിവരം കൊടുക്കുന്ന അവസ്ഥയെ സംബന്ധിച്ച്, ആ ഒരു സന്ദർഭത്തെ സംബന്ധിച്ച് ഓർത്തു നോക്കൂ. അത് കിട്ടിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ ഭൂമുഖത്ത് നമ്മുടെ ജീവിതം ഏത് വിധത്തിലായിരിക്കും? അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോടും നിങ്ങളോടും വിജ്ഞാനമെന്ന് പറയുന്ന, അറിവ് എന്ന് പറയുന്ന ആ മഹാ ഔദാര്യം നമുക്ക് നൽകിയിട്ടില്ലായിരുന്നുവെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? നമ്മുടെ നിർമ്മാണത്തിൽ, നമ്മുടെ ആശയവിനിമയ രംഗത്ത്, നമ്മുടെ സാങ്കേതിക മികവുകളൊക്കെ നമ്മൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ആ മികവുകളുടെ അവസ്ഥ എന്തായിരിക്കും? നമുക്കറിയാം, നമ്മുടെ ചുറ്റിലും ജീവിക്കുന്ന കാക്കകൾ അന്നുമുണ്ട് ഇന്നുമുണ്ട്. അവ കൂടുണ്ടാക്കുന്ന വിദ്യയിൽ മാറ്റം വന്നിട്ടില്ല. അവർക്ക് ഇവിടെ ഇരിക്കുന്ന ഒരു കാക്കക്ക് അമേരിക്കയിലുള്ളൊരു കാക്കയോട് ആശയവിനിമയം നടത്താൻ നിവൃത്തിയില്ല. അവരുടെ ആശയവിനിമയ രംഗത്ത് മാറ്റം വന്നിട്ടില്ല. അതങ്ങനെ തന്നെയാണ്. പക്ഷേ മനുഷ്യൻ്റെ ആശയവിനിമയ ശേഷിയിൽ, അവൻ്റെ സമ്പാദ്യ രീതികളിൽ, അവൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളും വല്ലാത്ത അത്ഭുതകരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അത് അള്ളാഹു നൽകിയ അറിവ് എന്ന് പറയുന്ന അപാരമായ ഔദാര്യം കൊണ്ട് ആണ്. ഈ ഔദാര്യം നൽകിയ റബ്ബിനെ മറക്കല്ലേ എന്നാണ് അള്ളാഹു ഓർമ്മിപ്പിക്കുന്നത്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. ആദ്യത്തെ വഹി, ആദ്യത്തെ ദിവ്യ സന്ദേശങ്ങൾ
ഈ 5 സൂക്തങ്ങളിൽ ഇവിടെ അവസാനിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ നിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അവന് വഴിപ്പെട്ടുകൊണ്ട് സൂക്ഷ്മതയോടുകൂടി ജീവിക്കുവാൻ, നന്ദിയുള്ളവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോകുന്ന വീഴ്ചകളും നമ്മുടെ പോരായ്മകളും അബദ്ധങ്ങളും കാരുണ്യവാനായ റബ്ബ് നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.